ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗാണ്. അതുപോലെ ഇതിൽ നല്ലൊരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്ളോഗിൽ. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കിന്ന് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഇത് ആനിവേഴ്സറിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡെസേർട്ടാണ്, ഒരു ഫ്രൂട്ട് പുഡിംഗ് ആണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു അര കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ബ്രെഡ് കാരമൽ ഉണ്ടാക്കുവാണ്. അപ്പോൾ അത് ഒരു ബേസായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന് പകരം നിങ്ങൾക്ക് ബിസ്ക്കറ്റ് പാലിൽ മുക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് പാലിൽ മുക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പം ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ബ്രെഡാണ് കാരമലൈസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നട്ട്സ് കാരമലൈസ് ചെയ്ത് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. അണ്ടിപ്പരിപ്പ് അതുപോലെ ബദാം ഇതൊക്കെ ഒന്ന് ഇതേപോലെ ചെയ്തെടുത്താൽ മതി ബ്രെഡിന് പകരം. അപ്പോൾ ഞാനിപ്പം ബ്രെഡ് ഒരു 3 പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ ഇതുപോലെ കാരമൽ ഉണ്ടാക്കുമ്പം പലരും പറഞ്ഞിട്ടുണ്ട് വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്യുമ്പോഴാണ്. പഞ്ചസാര മെൽറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യുക. അതായത് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഡാർക്ക് കളറാവും, ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ പരന്ന പാത്രം എടുക്കുക, എന്നാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര സ്പൂണിൽ കട്ട പിടിച്ചിരിക്കും, പിന്നെ അത് മെൽട്ടായിട്ട് പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇളക്കരുത്. നന്നായിട്ട് മൊത്തം മെൽട്ടായി കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഈ ബ്രെഡ് ഈ കാരമലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവൊക്കെ ആവും, അതൊന്നും കുഴപ്പമില്ല. മാക്സിമം നന്നായിട്ട് ഇത് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കാരമലിൻ്റെ ടേസ്റ്റ് മാറും. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇത് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാകും. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹാർഡായി പോവും. അപ്പോഴാണ് നമുക്ക് പുഡിങ്ങിൻ്റെ ബേസായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് നേരം അത് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ പുറത്ത് വയ്ക്കാം. പിന്നെ ചിലർക്ക് അധികം മധുരം ഇഷ്ടമുണ്ടാവില്ല. അപ്പം ഒരു 1/4 കപ്പ് പഞ്ചസാരയിൽ ഈ ഒരു ബ്രെഡ് കാരമൽ ചെയ്തെടുക്കുക. അപ്പം ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാൻ ഇനി നേരെ പോയി കഴുകണ്ട. ഈ കാരമൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അപ്പോൾ ഒന്നുകൂടെ പാലൊഴിച്ചിട്ട് ചൂടാക്കുന്ന സമയത്ത് അത് മെൽട്ടായിക്കോളും. അപ്പോൾ 2 കപ്പ് പാൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. ഇത് കസ്റ്റർഡ് പൗഡറാണ്. അപ്പം ഇത് പാക്കറ്റിലുള്ള കസ്റ്റർഡ് പൗഡർ കേട്ടോ. ഞാൻ സാധാരണ ടിന്നിലുള്ളതാണ് വാങ്ങിക്കാറ്. ഇതിപ്പോൾ ഇക്ക പോയി വാങ്ങിച്ചുകൊണ്ട് പാക്കറ്റിലുള്ളതാണ് വാങ്ങിച്ചത്. അപ്പോൾ പാക്കറ്റിന് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. ഇത് 2 ടീസ്പൂണ് കസ്റ്റർഡ് പൗഡർ ഞാൻ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി പാൽ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു കസ്റ്റർഡിനുള്ള പഞ്ചസാര ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പഞ്ചസാര ചേർക്കുക. കാരണം നമ്മൾ ഫ്രൂട്ട്സിലേക്കൊക്കെ മധുരം ചേർക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിലും കൂടി മധുരം ഒരുപാട് വേണ്ട. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡിൻ്റെ മിക്സ് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് അപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ ഒരുപാട് ഈ 2 കപ്പ് പാലിലേക്ക് 2 ടീസ്പൂണൊക്കെ മതി കസ്റ്റർഡ് പൗഡർ. ഒരുപാട് കസ്റ്റർഡ് പൗഡർ ആയെങ്കിൽ ഭയങ്കര കട്ടിയാവും. അപ്പം പുഡിങ് ഭയങ്കരമായിട്ട് കട്ടി വേണമെന്നുള്ളവർക്ക് ഒരുപാട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം അധികം കട്ടിയിലാക്കുന്നില്ല. ഇവിടെ ഇക്കാക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട് സാലഡ്. അപ്പം ഫ്രൂട്ട് സാലഡ് തന്നെ ഉണ്ടാക്കേണ്ട, ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു തിക്നെസ് മതി, വല്ലാണ്ട് തിക്കാക്കി എടുക്കണ്ട.
അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ തിക്കായി പോവും. അപ്പോൾ അവിടെ ഇരിക്കട്ടെ തണുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം, ഒന്നുകൂടെ തണുത്ത് പോവും, അത്രയേ ഉള്ളൂ. നമ്മുടെ കാരമൽ ചെയ്തിട്ടുള്ള ബ്രെഡ് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്, ഉണ്ടാവും. പ്ലേറ്റിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. കൈ കൊണ്ട് പൊടിച്ചെടുത്താൽ മതി. വേണമെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം, പക്ഷെ അത് വേണ്ട. ഒരു ബേസായിട്ട് വെച്ചെടുക്കാൻ കുറച്ചൊരു ഇങ്ങനെ വലിയ പീസ് ആവുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അടർത്തിയെടുത്താൽ മതിയാകും. പിന്നെ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒരു ബൗളിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി, അതൊന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഡെക്കറേഷനായിട്ട്. അപ്പോൾ കുറച്ച് ആദ്യം തന്നെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ ട്രേയുടെ ബേസായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഞാനിതാ ഇത്രയും വലിയൊരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുക്കുന്നത് കേട്ടോ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബേസായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കാരമൽ ബ്രെഡ് ഇഷ്ടമില്ലാതെ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ജസ്റ്റ് ബ്രെഡ് പാലിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പാലിൽ മുക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇവിടെ കുറച്ചധികം ഫ്രൂട്ട്സ് എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഫ്രൂട്ട് സാലഡ് പുഡിങ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതലും ഉള്ളത് നല്ല പുളിയുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു. സ്ട്രോബെറി, ഗ്രേപ്സ്, അതുപോലെ പഴം പിന്നെ ഞാൻ എക്സ്ട്രാ എടുത്തതാണ്. അതുപോലെ കിവി, പിന്നെ പോംഗ്രനേറ്റ്, അങ്ങനെ പുളിയുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു ഇതിൽ കൂടുതലും. അപ്പോൾ എല്ലാം കുറേശ്ശെ എടുത്തിട്ടുണ്ട്. അപ്പം പുളി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫ്രൂട്ട്സിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൂട്ട് സലാഡിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ഫ്ലേവറും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഫ്ലേവറൊക്കെ ആ ഫ്രൂട്ട്സിലുണ്ടാകും. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ സ്ലൈസ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷനായിട്ട്. ഇതുപോലെ ട്രേയുടെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ബ്രെഡ് നമ്മൾ കാരമൽ ചെയ്തതിൻ്റെ മുകളിലേക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ, ഈ കണ്ടൻസ്ഡ് മിൽക്കും ഫ്രൂട്ട്സും കൂടിയുള്ളത്. പക്ഷെ നമുക്കിപ്പം നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കസ്റ്റർഡ് ചെറിയ മധുരത്തിലാണ് ഈ കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് മതിയാകും, കാരണം ഫ്രൂട്ട്സിലൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതാണ്. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്. നല്ല സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മൾ ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഏകദേശം, പക്ഷേ ഇതൊരു പുഡിങ്ങിൻ്റെ പോലെ സെറ്റ് ചെയ്ത് വെച്ചു. ഒരു ബേസായിട്ട് ഒരു ബ്രെഡിൻ്റെ ഒരു ബേസും വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ കോരി കഴിക്കുന്ന പരുവത്തിലുള്ള ഒരു പുഡിങ്ങാണ്. പിന്നെ ഡെക്കറേഷനായിട്ട് ഞാൻ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് കാരമൽ ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും കൂടി ഒന്ന് ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡ് പുഡിങ്ങോ അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. നല്ല സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള കസ്റ്റർഡ് ഒന്നുകൂടെ കട്ടിയിൽ ആക്കിയെടുക്കുവാണെങ്കിൽ നല്ല കട്ടിയിലായിരിക്കും ഈ ഒരു പുഡിങ് ഉണ്ടാവുക. ഞാൻ അധികം കട്ടി ആക്കുന്നില്ല. ഒരു ഫ്രൂട്ട് കസ്റ്റർഡ് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അധികം കട്ടിയിലാക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ 3-4 മണിക്കൂർ താഴെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡ് പുഡിങ്ങാണ്. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, അതുപോലെ ടേസ്റ്റ് പിന്നെ പറയും വേണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ ഈ കസ്റ്റർഡിൻ്റെ ടേസ്റ്റും ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റും അതുപോലെ കാരമൽ ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ ടേസ്റ്റൊക്കെ എത്രത്തോളം വരും എന്നുള്ളത്.
പിന്നെ ഒന്ന് ഡെക്കറേഷനായിട്ട് ഒന്നുകൂടെ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് അതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ ഇക്കാക്ക് പുഡിംഗ് ആണെങ്കിലും കേക്ക് ആണെങ്കിലും അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള കസ്റ്റർഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 21 ഞങ്ങളുടെ 14th വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു, കേക്ക് മുറിക്കണം, ഫങ്ഷൻ ആക്കണം എന്നൊക്കെ. പക്ഷേ ഇക്കാക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങനെ സർപ്രൈസ് കൊടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാനും അതിലൊന്നും ഇക്കാക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ എന്താ പറയുക, നമ്മളങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാറൊന്നുമില്ല. പിന്നെ ഇപ്പം യൂട്യൂബൊക്കെ ആയ ശേഷം പിന്നെ നമ്മൾ ചെറുതായിട്ടൊക്കെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മാത്രം പുറത്തൊക്കെ പോവാറുണ്ട്. ഇപ്പം അടുത്ത് പുറത്ത് പോയതുകൊണ്ട് പിന്നെ അതിനും താല്പര്യം ഇല്ലാണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കളുടെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ ഇക്കാക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടാക്കാം, ചെറുതായിട്ടൊന്ന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല, ഇക്കാക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ചോറ് ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കോളിഫ്ലവർ റോസ്റ്റാണ്. ഞാൻ മുമ്പ് റെസിപ്പിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ. പിന്നെ ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ മത്തൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മത്തൻ താളിക്കുവാണ്. പിന്നെ രസം ഉണ്ടാക്കുക, രസത്തിലേക്കുള്ള ഇത് വറവിട്ട് കൊടുക്കുവാണ്. പിന്നെ ഇക്ക ഓഫീസിൽ പോയതാണ്, വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ വൈകിട്ടേത്തൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ വീട്ടിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞാൽ പിന്നെ ആ ഒരു സസ്പെൻസ് പോവില്ലേ. അപ്പോൾ ഞാൻ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിൽ അവരെ വിളിച്ചിട്ട് വാഴയിലയും അതുപോലെ വെജിറ്റബിൾസൊക്കെ കുറച്ച് കൊണ്ടുവരാൻ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇക്ക ഓഫീസിൽ പോയ ശേഷമാണ് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇക്കാക്ക് ഇഷ്ടപ്പെട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. സാമ്പാർ, കോളിഫ്ലവർ റോസ്റ്റ്, രസം, അതുപോലെ മത്തൻ താളിച്ചത്, വെണ്ടക്ക ഫ്രൈ, വെണ്ടക്ക പച്ചടി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത്. വെണ്ടക്ക ഫ്രൈയും അതുപോലെ വെണ്ടക്ക പച്ചടിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണുള്ളത്. അതുപോലെ ക്യാബേജ് തോരന്. ബിരിയാണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും, ഇതൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഞാനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ റൂയിമോളാണെങ്കിൽ ഭയങ്കര കരച്ചിലും, പിന്നെ റീനും റോസും എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ആക്കി. റൂയിമോൾ നല്ല കരച്ചിലായിരുന്നു, വാക്കറിൽ ഇരുത്തി കൊടുത്തായിരുന്നു. ഇക്കാക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നതും സർപ്രൈസ് കൊടുക്കുന്നതൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഇങ്ങനെ റൂമുകളൊക്കെ അരിയിപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര മടിയാണ് ഇപ്പോൾ. പിന്നെ മക്കൾക്കാണ് ഭയങ്കര ഇതുപോലത്തെ ഒക്കെ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിന്നെ ഏതായാലും എനിക്കൊരു വീഡിയോയും കൂടി ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇക്ക വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ റെഡിയാക്കണം. അപ്പോൾ അവരെന്നെ അവിടെ ബലൂണൊക്കെ ഊതി വീർപ്പിക്കുന്നുണ്ടായിരുന്നു. അവർക്കിപ്പോൾ അതൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇക്ക വരാൻ നേരമായപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കന് ലാസ്റ്റാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ ഞാനും ഇക്കയും കൂടിയുള്ള ഫോട്ടോസൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ നേരം കിട്ടിയില്ല. പിന്നെ വൈകിട്ടല്ലേ ഇപ്പോൾ അത്, അപ്പം രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വൈകിട്ട് ഡിന്നർ കഴിക്കുമല്ലോ. അപ്പോൾ രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ ലൈറ്റൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ വേഗം വീഡിയോ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോയിൽ വരാഞ്ഞതാണ്. പിന്നെ ഇക്കാക്കാണെങ്കിലും ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ അങ്ങനെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നൊന്നും വലിയ താല്പര്യമില്ല. അല്ലാത്ത ദിവസമൊക്കെ കേക്ക് ഉണ്ടാക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേക്കൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇക്കാക്ക് വലിയ താല്പര്യമില്ലാത്തൊരു മട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കാനൊന്നും നിന്നില്ല.
അപ്പം നമുക്കിഷ്ടമല്ലല്ലോ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെയാണ്, ഇതൊക്കെയാണ് ഇഷ്ടമുള്ളത്. പിന്നെ കഴിക്കാൻ നേരം ഞാൻ റോസിനോടും മിക്കനോടും തംബ്നെയിലൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോട്ടോക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ കഴിക്കുമ്പോൾ വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. റോസ് പോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഫോട്ടോ ആണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര പോസ്റ്റിംഗ് ആയിരുന്നു. കണ്ട പാവം, അവൾ മാത്രമേ എനിക്ക് ഇതിനൊക്കെ നിന്ന് തരുള്ളൂ. ബാക്കി രണ്ടുപേരെയും, അത് ഇക്കാനെയും റീനിനും ഒന്നും ഇതിനൊന്നും കിട്ടില്ല. റീന് ഞാൻ എത്രയോ തവണ പറഞ്ഞു ഒന്ന് അവിടെ ഇരിക്കാൻ, പക്ഷേ അവൾ ഇരിക്കില്ല. അവൾക്ക് വീഡിയോയിൽ അങ്ങനെ നിൽക്കുന്നൊന്നും ഇഷ്ടമില്ല. അപ്പം ബിഗ് ബോസ്, തലേ ദിവസത്തെ ബിഗ് ബോസ് ഞങ്ങൾ ഈ സമയത്തൊക്കെയാണ് കാണാറ്. ബിഗ് ബോസിൻ്റെ കറക്റ്റ് സമയത്ത് കാണാറില്ല. ബിഗ് ബോസ് ഇവിടെ എല്ലാവരും കാണും, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അത് കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ 14ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.